ആഡംബരങ്ങളും ആർഭാടങ്ങളും നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു? നമ്മളെ അത് വളർത്തുകയാണോ തളർത്തുകയാണോ ചെയ്യുന്നത്? മദ്യപാനം പ്രധാനമായിട്ട് സമ്പത്ത് നശിപ്പിക്കുന്നു. കടം മേടിച്ച് വരുന്ന പൈസ മിക്കവാറും പോകുന്നത് മദ്യഷാപ്പിലേക്ക് തന്നെയാണ് എന്നാണ് പറയുക. പക്ഷേ ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ അവൻ വെറും ഒരു മോശക്കാരനായി തീരുകയാണ്. നമ്മുടെ ആഘോഷങ്ങളോടനുബന്ധിച്ച് അമിതമായ പണം ചെലവിന് കാരണമാകുന്ന മദ്യപാനം, അത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും എന്ന് പറയുന്നവരുടെ മനസ്സിലും പ്രവൃത്തിയിലും ഒഴിവായി പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ മദ്യം വിളമ്പിക്കൊടുത്ത് ചീത്ത കേട്ടത്? അവസാനം മദ്യം കഴിക്കാൻ വന്ന ഗൃഹനാഥനെ ചീത്ത പറഞ്ഞ് കഴുത്തിന് പിടിച്ചിട്ട് പോയ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ വൈദികരാകുന്നതിന് മുമ്പ് അജപാലന ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ പരിശീലിപ്പിച്ച ഒരിടം തൊടുപുഴയ്ക്കടുത്ത് കോടിക്കുളം ഇടവകയിലാണ്. പണ്ഡിത ശ്രേഷ്ഠനായ വൈദിക ശ്രേഷ്ഠനായ ലൂക്ക് ഞരളക്കാട്ട് എന്ന അച്ഛൻ, കോതമംഗലം രൂപതയിലെ വൈദിക ശ്രേഷ്ഠനാണ് ഞങ്ങളെ ഒരുക്കിയത്. അവസാന കാലത്ത്, ഞങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ അവസാന കാലത്ത്, ഞങ്ങൾ ദൈവശാസ്ത്രം പഠിച്ചത് CMI സഭയുടെ ധർമാരാം കോളേജിലാണ്. അപ്പോൾ ഡീക്കനൊക്കെ ആയതിനു ശേഷം വൈദിക പട്ടം സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ ഞാനൊരു വീട് സന്ദർശനത്തിന് പോയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങൾ ഭവന സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഒരു ചേട്ടൻ പറയുന്നു, അടുത്ത ആഴ്ച ഞങ്ങളുടെ വീട് വെഞ്ചിരിപ്പാണ് എന്ന് പറയാം. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഓക്കെ, സമയമെല്ലാം കുറിച്ചിട്ടു. വീട് വെഞ്ചരിപ്പ് നടത്തി. വലിയ വീടാണ്. അപ്പം വികാരിച്ചൻ ചോദിച്ചു, ഇത്രയും വലിയ വീടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ചേട്ടാ എന്ന് ചോദിക്കുകയാണ്. വീടല്ലേ അച്ഛാ, ഒരു ഇച്ചിരി വലിപ്പമൊക്കെ ഇരുന്നോട്ടെ, പിന്നീട് ആവശ്യം വരുമല്ലോ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ വീട്ടിലെ അമ്മച്ചി കുർബാന കഴിഞ്ഞ് ഇപ്പം അച്ഛൻ്റെ മുറിയുടെ മുമ്പിൽ നിന്നിരുന്ന് കരയുകയാണ്. 1-2 ആഴ്ച കഴിഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറയാണ്, എനിക്ക് പഴയ വീട്ടിലേക്ക് പോയാൽ മതി. പഴയ വീട് ചെറുതായിരുന്നു. ഞാൻ അടുക്കളയിലിരുന്ന് ചുമച്ചാൽ ചേട്ടൻ തിണ്ണയിലിരുന്ന് ചോദിക്കും, എന്താടി ചുമക്കണേന്ന്. ഇതിപ്പം ഞാൻ അടുക്കളയിലിരുന്ന് ചുമക്കുകയല്ല, നിലവിളിച്ചാൽ പോലും ആരും അറിയല. ഞാൻ ഒറ്റയായിപ്പോയി വലിയ വീട്ടിൽ. വലിയ വീട്ടിൽ എല്ലാവരും ഒറ്റയാണ് എന്ന് പറഞ്ഞത് പണ്ഡിതയായ ഡോക്ടറേറ്റുള്ള ഒരു സ്ത്രീയൊന്നുമല്ല പറഞ്ഞത്. കഞ്ഞി വയ്ക്കാൻ മാത്രം അറിയാവുന്ന, മക്കളെ വളർത്താൻ മാത്രം അറിയാവുന്ന ഒരു വാത്സല്യം നിറഞ്ഞൊരു അമ്മച്ചിയുടെ വീട്ടിലെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണ്. ആർഭാടങ്ങൾ, ആഘോഷങ്ങൾ, ഒരു കുടുംബം അതിൻ്റെ പകിട്ട് അഹങ്കാരം കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ ഒരു കുടുംബം നഷ്ടപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, ലക്ഷങ്ങളും കോടികളും മുടിച്ച് തേച്ച് മതിലുകൾ മാത്രം വലുതാക്കി, അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശങ്ങൾ മാത്രം അലങ്കരിച്ച് പണിതുയർത്തുന്ന വലിയ വീടുകൾ, അതിനുള്ളിൽ കുടുംബജീവിതത്തിൻ്റെ സ്വാസ്ഥ്യമോ സമാധാനമോ സന്തോഷമോ ഒന്നും അനുഭവിക്കാൻ കഴിയാതെ ഒറ്റമുറികളിൽ ഇങ്ങനെ അനാഥരായിട്ട് ജീവിക്കേണ്ടി വരുന്ന അംഗങ്ങൾ നിറയുന്ന ഒരു ലോകത്തിലേക്ക് മാറുകയാണ്. എന്നാലും ചെറിയ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം അവർക്കില്ല. നമ്മുടെ കാരണവന്മാരൊക്കെ ചെറിയ വീടുകളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നപ്പം അവരുടെ കുടുംബ ബന്ധമായിരുന്നു അലങ്കരിക്കപ്പെട്ടിരുന്നത്. ഇന്ന് ബന്ധങ്ങൾക്ക് അലങ്കാരമില്ല, പകരം വീടുകൾക്കാണ് അലങ്കാരം. അത്തരത്തിലുള്ള പ്രകടനപരതയിൽ നിന്ന് ഹൃദയങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരാനാണ് ചാവറയച്ചൻ ഈ ഒരു ഉപദേശത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ആ ഒരു ശൈലി മാറ്റം പയ്യെ സഭയിൽ നിന്ന് സജീവമായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഒരു ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇങ്ങനെ വളരെ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ ഒരു ശൈലി മാറ്റം ഇന്നത്തെ യുവജനങ്ങൾക്കും ഇപ്പോഴത്തെ കുടുംബങ്ങൾക്കും സാധ്യമാണോ? ഇന്നത്തെ യുവതലമുറ
വളരെയധികം ഇതിനോട് ചേർന്ന് പോകുന്നുണ്ട് ഈ തീരുമാനങ്ങളോട്. എന്ന് പറഞ്ഞാൽ സഭ എടുക്കുന്ന തീരുമാനങ്ങളോടാണോ ഈ പൊതുസമൂഹം ആഡംബരത്തിനും പിറകെ പോകുന്ന തീരുമാനങ്ങളോടാണോ അവർ ചേർന്ന് അല്ലല്ല, സഭ എടുക്കുന്ന തീരുമാനങ്ങളോട് സഭ എടുക്കുന്ന തീരുമാനങ്ങളോട് ഇപ്പോഴത്തെ യുവതലമുറ വളരെ അടുത്ത് നിന്ന് പ്രതികരിക്കുന്നുണ്ട് താല്പര്യത്തോടു കൂടി. അതെ. അങ്ങനെയാണ്. എന്ത് പറയണു മായ? അങ്ങനെയാ തോന്നുന്നത്. ആണല്ലേ? സഭ എടുക്കുന്ന തീരുമാനത്തോട് പൊതുജനങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സിനഡ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം വളരെ വിജയകരമായി നമുക്ക് നടപടികൾ സജീവമാകുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ആഡംബരങ്ങൾക്ക് അപ്പുറത്ത് ഒരു ലളിതമായ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഒരു നിർമ്മലമായ അനുഭവം ഏറ്റുവാങ്ങാൻ ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സ് കൊതിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. അതെ, എല്ലാവരും ഇപ്പോൾ ഒരു പള്ളിയിൽ എന്താണ് കരിമരുന്ന് കലാപ്രകടനം എല്ലാ വർഷത്തെയും പെരുന്നാൾ നോട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കരിമരുന്ന് കലാപ്രകടനം എഴുതി വെച്ചിരിക്കുകയാണ്. ഓരോ വർഷവും അതിൻ്റെ ലക്ഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കത്തിത്തീരുന്നത് ലക്ഷങ്ങളാണ്. ആർക്ക് വേണ്ടിയാണ്? വെറും നിമിഷങ്ങൾ കൊണ്ടുള്ള ഒരു ആഘോഷമാണ്. പക്ഷേ അത് ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കത്തിത്തീരുന്നു. ചില ഇടവകളിൽ ഇങ്ങനെ നടക്കുന്ന ഇടവകളിലെ 1-2 വികാരിയച്ഛന്മാരോട് സംസാരിച്ചപ്പം അവർക്കതിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. ഈ പണം ഉപയോഗിച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും തൊഴിൽശാല നിർമ്മിക്കാമെന്നുള്ളൊരു സജഷൻ ഒരിക്കലും ഒരു വികാരിയച്ഛൻ ഒരു പാരിഷ് കൗൺസിലിൽ വെച്ചു. പക്ഷേ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമല്ല പാരിഷ് കൗൺസിലിൽ നിന്ന് വന്നത്. കാരണം പാരമ്പര്യമായിട്ട് ഞങ്ങളിവിടെ കതിനാപിടി പൊട്ടിച്ചുകൊണ്ട് കരിമരുന്ന് കലാപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് മാറ്റാൻ പറ്റില്ല എന്നാണ്. അപ്പം അദ്ദേഹം വളരെ ക്രിയേറ്റീവായിട്ട് ഒരു സജഷൻ വെച്ചു. നമ്മൾ ഇപ്പോൾ 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 8 ലക്ഷം രൂപ ഒരു 15 മിനിറ്റ് നേരത്തേക്ക്, അരമണിക്കൂർ നേരത്തേക്കുള്ള കരിമരുന്ന് കലാപ്രകടനത്തിന് വേണ്ടി നമ്മൾ നശിപ്പിക്കുകയാണ്. 5 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു തൊഴിൽശാല നമ്മുടെ ഇടവകയിൽ നമ്മൾ പണിതുയർത്തിയാൽ ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകളുണ്ട്, തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്നവർ, വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറുപ്പക്കാരുണ്ട്, തൊഴിൽ ചെയ്യാൻ കഴിയുന്നവർ. അങ്ങനെയുള്ളവർക്ക് തൊഴിൽ ചെയ്യാൻ പ്രൊഡക്റ്റീവായിട്ട് ഈ പണത്തെ വീണ്ടും നമുക്ക് ഇരട്ടിയാക്കാൻ 5 താലന്ത് തമ്പുരാൻ തന്നു, അതിനെ 50 ആക്കാൻ പറ്റുന്ന സാഹചര്യം ഇടവകകളിൽ നിലനിൽക്കുകയാണ്. അതൊരു ചർച്ചയ്ക്ക് പോലും സമ്മതിക്കാത്ത രീതിയിൽ പാരമ്പര്യം തുടരണമെന്ന് വാദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കരിമരുന്ന് കലാപ്രകടനങ്ങളും അനാവശ്യമായ ആഡംബരങ്ങളും നടത്തി നമ്മുടെ വിശ്വാസം നിമിഷ നേരം കൊണ്ട് കത്തിച്ചു തീർക്കുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് ചാവറയച്ചൻ പറഞ്ഞത്. കച്ചിത്തുറു കത്തി ആളുന്നതിനേക്കാളും നല്ലത് വിളക്ക് ആയിട്ട് ജ്വലിച്ച് കാലങ്ങൾ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരു ശൈലി, ഒരു പുതിയ ശൈലി, ഒരു ക്ലീഷേ പോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ആര് ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അഭിനന്ദനായ പിതാവ് ഒരു ഇടവകയിൽ വളരെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പെരുന്നാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടവകയിൽ ചെന്ന് നമ്മൾ ഇത്രയും പൈസയാണ്, അല്ലെങ്കിൽ 20 ലക്ഷം 25 ലക്ഷം രൂപയാണ് ഒരു വർഷം പെരുന്നാളിന് വേണ്ടി ചിലവഴിക്കുന്നത്. അത് അനീതിയാണ്. അത്രയും പൈസ ഈ ഇടവകയിൽ തന്നെ പാവപ്പെട്ട ആളുകൾ വീടില്ലാണ്ട് കിടപ്പുണ്ട്. അവർക്ക് 4-5 ലക്ഷം രൂപ മുടക്കിയാൽ ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ കുറച്ച് പൈസ, അല്ലെങ്കിൽ മുഴുവൻ വേണ്ടെന്നല്ല പറഞ്ഞത്, കുറച്ച് പൈസ എടുത്ത് വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഇടവകയുടെ സാരഥികളുടെ പ്രതികരണം എന്നറിയാമോ? പിതാവിന് എത്ര പൈസ വേണം വീട് വെച്ച് കൊടുക്കാൻ? 20 ലക്ഷം വേണം. 20 ലക്ഷം ഞങ്ങൾ തരുന്നു. ഇനിയും വേണോ? ഇനിയും തരാം. പക്ഷേ 25 ലക്ഷത്തിന് പെരുന്നാൾ ഞങ്ങൾ നടത്തും എന്ന് പറയുന്ന ഒരു ശൈലി, അത് ഇത്തരത്തിലുള്ളൊരു ക്ലീഷേ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ശൈലി സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ശൈലിയാണ്. ഈ പരിപാടികൾ സ്ഥിരമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് നടത്താൻ വേണ്ടി തന്നെയുള്ള ആൾക്കാരുടെ അഭിമാന പ്രശ്നമായിട്ട് അത് മാറുകയാണ്. അതിന് വിശ്വാസവുമായിട്ടോ സഭയോടുള്ള കമ്മിറ്റ്മെന്റുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ല. ഇത് സഭയുടെ ശൈലിയല്ല, ഇത് പലരുടെയും ഈഗോ പ്രശ്നം മാത്രമാണ്. ഇത് ഞാൻ നടത്തിയില്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടത്തിയ ആൾ എന്നെ കളിയാക്കും എന്ന് വിചാരിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു അഹങ്കാരം. കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നതാണ് പലരുടെയും പ്രസ്റ്റീജ് ആയിട്ട് മാറുന്നത്. എൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എന്നെന്താണ് പറയാൻ വന്നത്? എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇത്രയും ആഡംബര ജീവിതത്തിന് പറ്റിയൊരു സാഹചര്യമല്ല. ഇപ്പം മാർക്കറ്റിൽ ചെന്ന് നോക്കി തന്നെയാലും ഓരോ സാധനങ്ങളും നമ്മളെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ്. പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇതിന് പുറകെ ഓടുന്നു. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ രീതിയിൽ ആ സാധനത്തിൻ്റെ പുറകെ പോവുക എന്നുള്ള രീതിയാണ് നോക്കുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നു. പണ്ട് ഈ ഉൽപ്പന്നങ്ങളൊന്നും മാർക്കറ്റിൽ കിട്ടാനില്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഏതെങ്കിലും ഒരു ഷർട്ട്, ഒരു തുണി വാങ്ങിയിട്ട് ഷർട്ട് തയ്ച്ചു എന്നുള്ള രീതിയിൽ. ഇന്നത്തെ യുഗം അങ്ങനല്ല, ബ്രാൻഡഡ് ആണ് കുട്ടികൾ പോകുന്നത്. അതുപോലെ തന്നെ കാറ്,
ആ കാറെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു ബ്രാൻഡ് അത് മാർക്കറ്റിൽ പല ഓരോ 6 മാസത്തിനും പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മേടിച്ചവന് 6 മാസമല്ല 1 വർഷം കഴിയുമ്പോൾ ആ കാറ് മാറേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറകെ പൈസ ചിലവാക്കുന്നു. അതുപോലെ കല്യാണത്തിന് ഡ്രസ്സ് 1 ലക്ഷം രൂപയുടെ ഡ്രസ്സ് സാരി ഇട്ടു, അവിടെ ഇട്ടെങ്കിൽ എനിക്ക് 1.5 ലക്ഷം രൂപയുടെ വേണം. ആ രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കല്യാണങ്ങളിലൊക്കെ നമ്മളെ വിളിച്ച ആൾക്കാരെയൊക്കെ നമ്മൾ തിരിച്ചു വിളിക്കേണ്ടതായിട്ട് വരും. വിളിച്ചില്ലെങ്കിൽ അതൊരു മോശമാണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഈ സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആഹാരങ്ങളൊക്കെ ബാലൻസ് വരുമ്പോഴാണ് ഈ ഓർഫനേജിലും അവിടെ ഇവിടെ കൊണ്ട് കൊടുക്കുക. എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം, ഒരു 100 പേരെ വിളിക്കുകയാണെങ്കിൽ ഒരു 10 പേർക്കുള്ള ഭക്ഷണം നമ്മൾ കല്യാണം സദ്യ വിളമ്പുന്നതിന് മുന്നേ ഓർഫനേജിൽ കൊണ്ട് സപ്ലൈ ചെയ്യുക. അപ്പോൾ 100 പേരെ വിളിക്കുകയാണ്, ഒരു 1000 പേരെ വിളിക്കുകയാണെങ്കിൽ 100 പേർക്കുള്ള ഭക്ഷണം നേരത്തെ തന്നെ നമ്മൾ വിളിക്കുന്ന പോലെ തന്നെ പറയുക, ഞങ്ങൾ 100 പേർക്കുള്ള ഭക്ഷണം ഇവിടെ തന്നേക്കാം. അല്ലാണ്ട് ബാലൻസ് വന്നിട്ട് കൊണ്ട് സപ്ലൈ ചെയ്യാത്ത രീതിയിൽ. അങ്ങനെ ഒരു അഭിപ്രായം. അല്ല, വളരെ നല്ലൊരു അഭിപ്രായമാണ്. ബാബുചേട്ടൻ എന്ത് തോന്നുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശരിയായ ഒരു കാര്യമാണ്. നമ്മളിന്ന് ക്രിസ്തുവിൻ്റെ ജീവിതത്തിന്, ക്രിസ്തു പറഞ്ഞ ആ ജീവിത രീതിക്ക് വ്യത്യസ്തമായി തെറ്റായ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. ക്രിസ്തു പറഞ്ഞത് വിരുദ്ധ മാതൃക. അതെ, വിരുദ്ധ മാതൃക. അതായത് 2 വസ്ത്രമുള്ളവൻ ഒന്ന് നിൻ്റെ സഹോദരനുമായിട്ട് പങ്കുവെക്കാനാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തെറ്റായ ഒരു പ്രബോധനം കാണിക്കുന്നു. നമ്മളൊക്കെ പിന്നെ കഴുതയുടെ കഴുത്തിൽ കെട്ടുന്ന തിരികല്ല് കെട്ടി കടലിൽ ചാടേണ്ട ഒരു അവസ്ഥയുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നെ നോക്കിയാണോ പറഞ്ഞത്? അല്ലേ, ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. പല സ്ഥലങ്ങളിലും നല്ലൊരു സ്വഭാവ ശൈലിയായിട്ട് നമ്മുടെ ആഘോഷങ്ങളോടനുബന്ധിച്ച് അനാഥരായവരെയും പരിത്യക്തരായവരെയും പരിപാലിക്കുന്ന ഒരു ശൈലി നമ്മളുടെ കുടുംബാംഗങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അത് നല്ല കാര്യവുമാണ്. എന്നാൽ വിളിച്ചവരെല്ലാവരും വരാതെ ഉണ്ടാകുമ്പോൾ മിച്ചം വരുന്ന സാധനങ്ങളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ അത് തികച്ചും നൊമ്പരപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞതൊരു പ്രായോഗികമായ ഒരു സജഷനാണ്. ചാവറയച്ചൻ്റെ ഈ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നമ്മളെല്ലാവരും ദൈവമക്കളാണ്. എനിക്ക് ഉള്ളത് ദൈവം തന്നതാണ്. അപ്പോൾ എനിക്ക് ഉള്ളത് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇല്ലാത്തവർക്ക് കൂടി പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സ്, ഇപ്പോൾ 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നുള്ള തമ്പുരാൻ്റെ വാക്ക് പോലെ തന്നെ നമ്മളൊരു കല്യാണം നടത്തുകയോ അല്ലെങ്കിൽ ഒരു മാമോദീസ നടത്തുകയോ ആഡംബരമായിട്ട് നടത്തിയാൽ അതിലൊരു നിശ്ചിത ശതമാനം അതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുന്നത് വളരെ നല്ല ഒരു തീരുമാനമാണ്. ആർക്കും അനുകരിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണ്. അത് വലിയ നഷ്ടം വരുത്തുന്നില്ല. ചേട്ടാ എന്താണ് പറയുന്നത്? ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ 100% കറക്റ്റാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇതിൻ്റെ ഒരു മാതൃക കാട്ടിക്കൊടുത്ത് പുള്ളിയുടെ മകളുടെ കല്യാണത്തിന് തെരുവിലൂടെ നടന്ന് പിഷക്കാരെ സംഘടിപ്പിച്ച് അവർക്ക് മാത്രം ഭക്ഷണം കൊടുക്കും. ആർഭാടം എല്ലാം കുറച്ച്. ജസ്റ്റിസ് കുര്യൻ ജോസഫ്. വെരി ഗുഡ്. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്കിത് ഇത്തരത്തിലുള്ള നല്ല മാതൃകകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ സജീവമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഇങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മദ്യപാനത്തിൻ്റെ ഒരു ശൈലിയായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് വിരുദ്ധമായിട്ട് യഥാർത്ഥത്തിലുള്ള കത്തോലിക്ക ചൈതന്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ വെല്ലുവിളികളെ ഏറ്റെടുത്ത് ധീരമായിട്ട്, ഇപ്പോൾ എനിക്കറിയാം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് ഒരു കാരണവശാലും ഞാൻ മദ്യം വിളമ്പില്ല, അതിന് താല്പര്യമുള്ളവർ മാത്രം എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പരസ്യമായിട്ട് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചു. ആളുകൾ ചെന്നു, സാധാരണ പോലെ കല്യാണത്തിന് പങ്കെടുത്തിട്ട് പോയി. ഒരു മദ്യം അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായില്ല, ഭംഗിയായിട്ട് നടന്നു. അത്തരത്തിൽ ചങ്കുറപ്പോട് കൂടി. നിങ്ങളെ കല്യാണത്തിൻ്റെ കാര്യം മാത്രമാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ അച്ഛന്മാരുടെ ഓർഡിനേഷൻ തിരുപ്പട്ട സ്വീകരണം ഇതുപോലെ തന്നെ പലപ്പോഴും പലയിടത്തും പല വീടുകളെയും പട്ടം കഴിഞ്ഞിട്ട് അച്ഛൻ ആഘോഷമായിട്ട് പോകുന്ന വീട് പട്ടിണിയിലാകുന്നു. പട്ടം കിട്ടിയ വീട് പട്ടിണിയിലാകുന്ന സാഹചര്യം പല സ്ഥലത്തുമുണ്ട്. ഞങ്ങളുടെ 2 പേരുടെയും കൂടെ പട്ടത്തിന് ഒരുങ്ങുന്ന സമയത്ത് ഞങ്ങളെ ഒരുക്കിയെന്ന് ഞാൻ പറയുന്ന പിന്നെ ലൂക്ക് ഞാറളക്കാട്ടച്ഛൻ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്, എത്ര പേർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്, ഊണാണോ കാപ്പിയാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ലളിതമായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ കുറച്ചൊക്കെ ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യേണ്ട വരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വികാരി അച്ഛൻ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഇച്ചിരി ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അഭിഷേകത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശിരസിലേക്ക് ഇറങ്ങി വരുമ്പം കടം മേടിച്ച പൈസ എങ്ങനെ കൊടുക്കും എൻ്റെ കർത്താവേന്ന് നിങ്ങളുടെ അപ്പൻ്റെ ചങ്കിൽ തീ കത്തുന്നുണ്ടെങ്കിൽ
വരുന്ന പരിശുദ്ധാത്മാവ് അതിനേക്കാൾ വേഗത്തിൽ മുകളിലേക്ക് പോകും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് ലൂക്കാച്ചൻ പറഞ്ഞു. ഞാനിത് പരസ്യമായിട്ട് ഇവിടെ പങ്കുവയ്ക്കുന്നതിൻ്റെ കാരണം, വീട്ടിൽ സാമ്പത്തികമായ ഒരു കടബാധ്യത വരുത്തി വെച്ചിട്ട് തിരുപ്പട്ടത്തിൻ്റെ ആഘോഷം നടത്തണം എന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചില്ല. പകരം ഏറ്റവും ലളിതമായിട്ട്, എന്നിട്ട് ഈ അച്ഛൻ ഞങ്ങളോട് പറയാണ്, ദൈവം സഹായിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം തന്നിട്ടില്ലേ, എന്തിനാണ് പട്ടം, എന്തിനാണ് പുത്തൻ കുർബാന, ഈ വരുന്നവർ എന്ത് കാണിക്കാൻ വേണ്ടിയാണ് വരുന്നത്, എന്ത് കാണാൻ വേണ്ടിയാണ് വരുന്നത്? നിങ്ങളിൽ ഒരാൾക്ക് ഭംഗിയായിട്ട് പ്രസംഗിക്കാം, ഒരാൾക്ക് നന്നായിട്ട് പാട്ട് കുർബാന നടത്താം, അതിനു വേണ്ടിയാണല്ലോ വരുന്നത്. ഇത് ചെയ്യാത്ത സ്ഥലത്ത് വന്നിട്ട് ചിക്കൻ ഉപ്പില്ലായിരുന്നു, പൊറോട്ടയ്ക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് ആൾക്കാർ തിരിച്ചു പോകുന്നതെങ്കിൽ അതെന്ത് ഓർഡിനേഷനാണ്? അങ്ങനെ എന്തിനാണ് നമ്മൾ തിരുപ്പട്ട സ്വീകരണം നടത്തുന്നത്? അതുകൊണ്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ടതില്ല, നല്ലൊരു ഭക്തിയോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുക, നല്ലൊരു സന്ദേശം കൊടുക്കുക എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ കിളിയാറുകണ്ടം, ഇടുക്കി രൂപതയിലെ കിളിയാറുകണ്ടം ഇടവകയിൽ 1998 ജനുവരി മാസം 3-ാം തീയതി ഞങ്ങൾ പുത്തൻ കുർബാന ചൊല്ലുമ്പോൾ ഏകദേശം 2500ഓളം ആൾക്കാർ വന്നു. ഒരു പ്ലേറ്റിന് 5 രൂപയാണ് ചിലവായത്. ഒരു പ്ലേറ്റിന് 2 മിഠായിയും ഒരു ലഡുവും. ഞങ്ങളുടെ അച്ചാച്ചൻ്റെ അനിയന്മാരെ പോയി പഴമൊക്കെ നേരത്തെ മേടിച്ചുകൊണ്ട് കുഴിച്ചിട്ട് പഴിപ്പിച്ച് ഏറ്റവും ലളിതമായ രീതിയിൽ ഈ ഒരു തിരുപ്പട്ട സ്വീകരണം നടത്താനായിട്ട് സാധിച്ചത് ചാവറയച്ചൻ്റെ ഈ ഒരു ചൈതന്യം. അന്നിത് വായിച്ചൊരുങ്ങിയിട്ടൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ വായിക്കുമ്പോൾ കുടുംബത്തിന് ബാധ്യത വരുത്താതെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഇറങ്ങിപ്പോരാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷേ എനിക്കറിയാം, ഞങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെ ചിന്തിക്കാനുള്ള സാഹചര്യമില്ലാത്ത ഞങ്ങളുടെ കൂടെയുള്ള വൈദികരുണ്ട്. കുടുംബാംഗങ്ങൾ സമ്മതിക്കുന്നില്ല. കുടുംബത്തിലൊരു അച്ഛനുണ്ടാകുക എന്ന് പറയുന്നത് പലപ്പോഴും വാഴ കൊലയ്ക്കുന്ന പോലെയാണ്, ഒറ്റ വരവേ ഉള്ളൂ, പിന്നെ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ കുടുംബത്തിൻ്റെ പേര് നാട് നീളം. ഇപ്പോൾ ഫ്ലെക്സിൻ്റെ കാലമാണല്ലോ. ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ഫ്ലെക്സ് ഒന്നുമില്ല, കുറവേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഫ്ലെക്സ് അടിച്ച് ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ എഴുന്നള്ളിച്ച് കതിനാവിടികളൊക്കെ പൊട്ടിച്ച് വലിയ ആഘോഷമാക്കി ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് മുടിക്കുകയാണ്. അൾത്താരയിൽ ഭക്തിയോടെ ഏകാഗ്രതയോടെ വിശുദ്ധ ബലി പൂർത്തിയാക്കാൻ എൻ്റെ മകന് കഴിയണം, എൻ്റെ അനിയന് കഴിയണം, എൻ്റെ ആങ്ങളയ്ക്ക് കഴിയണം, എൻ്റെ ഈ കസിന് കഴിയണം എന്നാണ് കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ എത്ര രൂപ മുടിക്കാൻ പറ്റണമെന്നല്ല. ഞാൻ ഈ ഓർഡിനേഷൻ്റെ കാര്യം പറഞ്ഞത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നിങ്ങൾ കുടുംബാംഗങ്ങളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട്. ഓർഡിനേഷൻ പോലെ തന്നെ ഇപ്പോൾ ജൂബിലി മറ്റു പരിപാടികളെല്ലാം വരുമ്പോഴും വൈദികരുടെ ജൂബിലി, സിസ്റ്റേഴ്സിൻ്റെ ജൂബിലി, എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇതെല്ലാം ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇക്കാര്യത്തിലൊക്കെ നമ്മുടെ സിനഡിൻ്റെ തീരുമാനം പോലെ 2016 നമ്മുടെ സീറോ മലബാർ അസംബ്ലിയിൽ നമ്മുടെ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ആഹ്വാനം ചെയ്തതുപോലെ നമ്മുടെ ആഘോഷങ്ങൾ നമുക്ക് ലളിതമാക്കാനും അങ്ങനെ മിച്ചം വരുന്ന പണം കൊണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള മനുഷ്യന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു പുതിയ പ്രതിബോധം നമുക്ക് രൂപീകരിക്കുകയും വേണം. എന്താണ് ചേട്ടന് ഇതിനെപ്പറ്റി സജഷൻ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് സമയമായിട്ടുണ്ട്. മാറ്റം വരുത്തേണ്ട കാലമായി. ഈ അധിക ചെലവ്, ദൂർത്തിയെലവ് പലരെയും പട്ടിണിയിലേക്ക്, അച്ഛൻ പറഞ്ഞ പോലെ പട്ടിണിയിലേക്ക് വലിച്ചഴക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മാറ്റേണ്ട, ചെറുപ്പക്കാർ പറഞ്ഞതുപോലെ തന്നെ അത് മാറ്റേണ്ട സമയമായിരിക്കുന്നു. കല്യാണത്തിനൊക്കെ മറ്റ് നാട്ടുകാരെ വിളിച്ചില്ല എന്നുള്ള പരാതി കുറേയൊക്കെ നമ്മൾ കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും ഈ ദൂർത്തിയെലവ് കുറയ്ക്കാൻ വേണ്ടി. അതായത് നമുക്ക് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മൾ സംസാരിച്ച വഴികളെല്ലാം തന്നെ നമുക്ക് മാറ്റം ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ആരാണ് ഈ മാറ്റത്തിന് ഒരു മണി കെട്ടുക എന്നുള്ളതാണ് പ്രധാനം. ആരിലൂടെയാണ് ഈ മാറ്റം വരിക? ഒരു അഭിപ്രായം പറയാനുണ്ട്. മണി കെട്ടാൻ പോകണോ? മണി കെട്ടണമല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. അപ്പം അച്ഛന്മാരെ ഞാൻ പറയാനുള്ളത്, ഈ സമൂഹത്തിൽ പറയാനുള്ളത്, നമ്മുടെ ഇടവക അതിനൊരു നിർദ്ദേശം എന്നായിരിക്കും ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നമ്മുടെ ഇടവക ഓരോ ആഘോഷങ്ങളും ഏറ്റെടുത്ത് നടത്തുക. അങ്ങനെ ഒരു കുടുംബത്തിലുള്ളൊരു വിവാഹം, ആ വിവാഹം ആർഭാടം കുറയ്ക്കണമെന്ന് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സഭ തന്നെ ഏറ്റെടുത്ത് ഓരോരോ ഇടവകയിലുമുള്ള ആ വിവാഹങ്ങൾ ആ ഇടവക്കാർ നടത്തി കൊടുക്കുക. അവിടെ അനാവശ്യമായ ഒരു ആർഭാടം ഉണ്ടാകത്തില്ല. എന്നാൽ ആ വീട്ടുകാർക്ക് കഴിയുന്ന ഒരു പൈസ എന്ത് ചെയ്യുക, ആ വിവാഹം അല്ലെങ്കിൽ ആ ഒരു ഓർഡിനേഷൻ വേണ്ടിയിട്ട് വരാവുന്ന ചിലവ്
അവർക്ക് കഴിയുന്ന രൂപത്തിൽ പള്ളിക്ക് കൊടുക്കുക, പള്ളിക്കാരിൽ നിന്ന് അത് ഒരു കൈയടിക്കാവുന്ന ഇതൊരു നല്ല അഭിപ്രായം എനിക്ക് തോന്നുന്നു. ഒരു അഭിനന്ദിക്കാവുന്ന ഒരു അല്ലാതെ നല്ല നമുക്ക് പ്രായോഗികമായ ഒരു തലത്തിൽ suggestion കൊണ്ടുവരാൻ ആണ്. വളരെ പ്രയാസമുണ്ടാകും. കാരണം മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യാം, നമുക്ക് പോസ്റ്റ് ചെയ്യാം, നല്ല ഡയലോഗുകളും പറയാം. പക്ഷേ പ്രാവർത്തിക തലത്തിൽ നടപ്പിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇതിനോട് ഇതൊരു പുതിയ ചിന്തയാണ്. നമ്മുടെ ആദിമ ക്രൈസ്തവ സമൂഹം അനുഷ്ഠിച്ചു വന്നിരുന്ന ക്രൈസ്തവ കൂട്ടായ്മ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത്. അവിടെ ഒന്നും ആർക്കും ഒറ്റയ്ക്കല്ലായിരുന്നു, എല്ലാം പൊതുവായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് അതുപോലെ മൊത്തം പ്രാവർത്തികമാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ ഇടവക കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടുകൂടി സഹകരണത്തോടുകൂടി ഏറ്റവും ചെലവ് കുറച്ച് ഒരു കല്യാണമാണ് നടക്കുന്നത്. അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറയുന്ന ഒരു ടീം വർക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ വന്നാൽ നല്ല സജഷനാണ്. ഇപ്പോൾ സിനഡിൻ്റെ ഒരു വലിയ സജഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇടവകകളിൽ ഒരാൾ പോലും വീടില്ലാതെ കഷ്ടപ്പെടരുത് എന്നുള്ളൊരു വലിയ സജഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ക്രൈസ്തവരായിട്ടുള്ള ആളുകളുണ്ട്, അക്രൈസ്തവരായ ആളുകളുണ്ടാവാം. ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഈ ഒരു പ്രതിബോധം സ്വയം സൃഷ്ടിച്ചെടുക്കുന്നതിന് സഹായകമാകുന്ന ഒരു പരിശുദ്ധാത്മാവിന് കൃപ ഒരുപക്ഷെ ഈ കാഴ്ചകളിലൂടെ അവർക്ക് ലഭിച്ചേക്കാം. നമ്മളെ പ്രാർത്ഥനയിലൂടെയാണ്, ഇതൊരു പ്രാർത്ഥനയാണ്. സത്യത്തിൽ നിങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ച് ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതൊരു പ്രാർത്ഥനയുടെ തുടർച്ചയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ നമ്മളുടെ ഓരോ ആഘോഷത്തിൻ്റെയും തുടർച്ചയിൽ വളരെ ക്രിയാത്മകമായി നമ്മളുടെ ഇടവകയിൽ ഒരാൾ പോലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുവാൻ, ഒരു തിരുനാൾ, ഒരു കല്യാണം, ഒരു മാമോദീസ, അങ്ങനെയുള്ള ആഡംബരങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന തുകയിൽ ഒരു ഭാഗം മാറ്റിവെക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളൊരു തീരുമാനം ഒരുപക്ഷെ നമുക്കതിന് തീരുമാനം എടുക്കാൻ പറ്റുമായിരിക്കണമെന്നില്ല. പക്ഷേ ആ ഒരു തീരുമാനം എടുക്കുവാൻ ഒരു നിർദ്ദേശം നമുക്ക് സാധിക്കുകയില്ല. ഞങ്ങളുടെ ഇടവിൽ 2 വികാരിയച്ചന്മാർ ആദ്യകുർബാനയ്ക്ക് ഈ ആശയം ഞങ്ങളിൽ അവതരിപ്പിച്ചു. 13 പേരുള്ള കുട്ടികളുള്ളിടത്ത് ഓരോ വീട്ടിൽ നിന്നും എത്ര അംഗങ്ങളെ ആദ്യകുർബാനയിൽ പങ്കെടുപ്പിക്കും, അവർക്കുള്ള പൈസ ഒന്നിച്ചുണ്ടാക്കിയാൽ ഭക്ഷണം പാരിഷ് ഹാളിൽ ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ആശയത്തോട് ഇടവകജനം അത്രയും പൊരുത്തപ്പെട്ടില്ല അന്ന് ആദ്യകുർബാനയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കൾ. അതുകൊണ്ട് അത് നടന്നില്ല. അതേ സ്ഥാനത്ത് ഞങ്ങൾ 2 പേര് ഒന്നിച്ച് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് വളരെ ചിലവ് കുറയ്ക്കാൻ സാധിച്ചു. കാരണം ഞങ്ങളുടെ അംഗസംഖ്യ കുറച്ചു, ഓരോരുത്തരുടെയും ആസ്തിക്കനുസരിച്ച് മാഷ് 100 പേരുടെ നടത്തിയപ്പോൾ ഞാൻ 40 പേരുടെ നടത്തിയുള്ളൂ. 850 രൂപ 2 പേര് വണ്ടിക്കൂലി മുടക്കേണ്ടടുത്ത് ഒരു വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് 2 പേരും കൂടി 850 രൂപ ആക്കി. തലേദിവസം മദ്യപാനത്തിൻ്റെ ഒരു ഇതും വന്നില്ല, ചിലവില്ല. എൻ്റെ സ്വന്തപ്പെട്ട പെങ്ങളും അനിയന്മാരും അല്ലാതെ വേറെ ആരെയും വിളിച്ചില്ല. നമുക്ക് ഇടവകയിലെ ഈ പ്രായോഗികമായിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നല്ലൊരു ശതമാനം ഇതിന് എതിർപ്പുണ്ടാവും. എന്ന് പറഞ്ഞാൽ വളരെ ധീരമായിട്ടുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചാൽ ഇതിനൊരു ചങ്കുറപ്പ് വേണം. ഇങ്ങനെ മാറി നിന്ന് ചിന്തിക്കാൻ, വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും ആ രീതിയിൽ തീരുമാനമെടുക്കാനും ഒരു ചങ്കുറപ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, അഭിപ്രായം എന്താണ് ചേച്ചിയുടെ? നല്ല അഭിപ്രായം തന്നെയാണ്. പിന്നെ വീട്ടിലും അതുപോലെ എന്തെങ്കിലും പരിപാടികളൊക്കെ വെക്കുമ്പോൾ ആണെങ്കിൽ തന്നെ മദ്യം വിളമ്പിയാൽ ഞാൻ വരികയില്ല എന്ന് എൻ്റെ ഭർത്താവ് പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. അങ്ങനെ പറയാനുള്ള ഒരു ചങ്കുറപ്പ്, മദ്യം വിളമ്പുന്നിടത്ത് ഞാൻ പോകില്ല എന്ന് പറയാനൊരു ക്രൈസ്തവന്റെ ചങ്ക് ഉറയ്ക്കണമെങ്കിൽ അവന് നല്ല ബോധ്യമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. വളരെ നല്ല കാര്യം. മരിയ എന്ത് പറയണു? ഞങ്ങൾ വീട്ടിൽ മകളുടെ മാമോദിസ ഉണ്ടായിരുന്നു. ഒരു 1-ാം വയസ്സിൽ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഒരു ആഘോഷം നടത്തിയില്ല. മാമോദിസ പള്ളി കൊണ്ടുപോയി മാമോദിസ മുക്കി വീട്ടിൽ വന്ന് കൊന്ത ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നവർക്ക് ഒരു ഗ്ലാസ് ചായയും ഒരു ബിസ്ക്കറ്റും മാത്രം കൊടുത്തു. അങ്ങനെയായിരുന്നു മാമോദിസ നടത്തിയത്. അതുപോലെ ബർത്ത്ഡേക്കും ഒരു കേക്കും ഉണ്ട് മേടിച്ചു, ഒരു പായസം വെച്ചു. ആരെയും വിളിച്ചില്ല, ഞങ്ങൾ മാത്രം തൊട്ടടുത്തുള്ള വീട്ടിലെ 2 വീട്ടുകാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വിളിക്കാതിരുന്നതിന്റെ പേരിൽ നിങ്ങളുടെ ബന്ധങ്ങൾ തകർന്നില്ല? ഇല്ല, അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. വിളിക്കാതിരുന്നതിന്റെ പേരിൽ ആരോടുമുള്ള അരുചി ഉണ്ടായില്ല, ആർക്കും വിഷമങ്ങൾ ഉണ്ടായില്ല. ഈ ദമ്പതികൾ ഇങ്ങനെയാണ് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും വരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മെപ്പറ്റി മറ്റുള്ളവർക്ക് അവർക്ക് സാധിക്കാത്തത് ഇവർക്ക് സാധിക്കുന്നുണ്ടല്ലോ, എന്നാന്ന് പറഞ്ഞാൽ അവൻ്റെ പോക്കറ്റിൽ കാശ് കിടപ്പുണ്ടല്ലോ, നഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു മതിപ്പ് നിലനിൽക്കുകയുള്ളൂ. ഈ മദ്യപിക്കാത്തവരെ പറ്റി കമ്പനി കൂടുന്ന സമയത്ത് നീ അങ്ങനെ പുണ്യവാനൊന്നും ആകണ്ടടാന്നൊക്കെ കൂട്ടുകാർ കളിയാക്കുമെങ്കിൽ പോലും മദ്യപിക്കാത്തവരെ പറ്റി മദ്യപിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അങ്ങേറ്റം മതിപ്പാണ്. കാരണം അവനത് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അവൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടല്ലോ. ഈ പൂസൊക്കെ ഇറങ്ങി 2 കാലയിൽ നിന്ന് കഴിയുന്ന സമയത്ത് 4 കാലയിൽ നിന്ന് 2 കാലയിലോട്ട് പൊങ്ങി നിൽക്കുന്ന സമയത്ത് ഇവൻ കാണും, എന്ത് കാണും? എൻ്റെ കൂട്ടുകാരൻ അപ്പുറത്ത് സമാധാനമായിട്ട് ജീവിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ കയറാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ എൻ്റെ
ഭാര്യയുടെയും മക്കളുടെയും മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്നും പുറത്തായി പോയിരിക്കുന്നു. ഈ ഒരു ദുരന്തം ആർഭാടം കൊടുക്കുന്ന ശൂന്യതയാണ്. എന്താണ് പറയാൻ? അല്ല, ഞങ്ങളത് മാത്രമല്ല, ഞങ്ങൾ അതിന് വെച്ച സാമ്പത്തികം ഒരു സർജറിക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. ഞാനിവിടെ പറഞ്ഞത്, ഇപ്പം നമ്മളിതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു, സാമ്പത്തികം പോണ വഴികളാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളിതെല്ലാം പറഞ്ഞ് നമ്മൾ കുറച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിലൊരു കല്യാണം കുറച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു 100 പേരുടെ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ 50 പേരുടെ പരിപാടിയെ നടത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ ആ 50 പേരുടെ സാമ്പത്തികം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ഇന്നലെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച മദർ തെരേസ ഒരാളാണ് ലോകത്തെ കീഴടക്കിയത്. നമ്മളെല്ലാം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റും, ആ സാമ്പത്തികങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലോകത്തെ നമുക്ക് ഒരു വഴികാട്ടി നമ്മൾ വിചാരിച്ചാൽ മതി മാറ്റാൻ കഴിയും. പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് സുഹൃത്ത് ഇപ്പോൾ പങ്കുവെച്ചത്. നമ്മൾ ആർഭാടം കുറച്ച് നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ മാതൃകയായി തീരുന്നത് എന്നൊരു ചിന്തയാണ് പങ്കുവെച്ചത്. തികച്ചും അർത്ഥപൂർണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന് നമുക്കറിയാം. ചാവറയച്ചൻ പറഞ്ഞതുപോലെ പട്ടാപ്പകൽ എൻ്റെ കയ്യിൽ വിളക്കുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നട്ടുച്ചയ്ക്ക് എണ്ണ കത്തിച്ച് തീർത്ത പലരും ഇന്ന് നട്ടപ്പാതിരയ്ക്ക് തട്ടിയും മുട്ടിയും ഇഴഞ്ഞും വലിഞ്ഞും ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതെ കിടന്ന് ക്ലേശിക്കുകയാണ്. കുടുംബങ്ങൾ മാത്രമല്ല, സ്ഥാപനങ്ങളും പല പ്രസ്ഥാനങ്ങളും ഉൾപ്പെടെ ആർഭാടങ്ങൾ കുറച്ച്, അലങ്കാരങ്ങൾ കുറച്ച്, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വിശ്വാസത്തിനനുസൃതമായ, ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസൃതമായ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് കടന്നു വരാനുള്ള ധൈര്യം, ചങ്കുറപ്പ് വിശ്വാസികൾ പ്രകടിപ്പിക്കണം എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മുടെ ഈ ചർച്ചയെത്തിയത് തീർച്ചയായും നമ്മെ മാത്രമല്ല, ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ശാലോം TV പ്രേക്ഷകരെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഉചിതമായ തീരുമാനമുണ്ടാവട്ടെ. ഈശോയുടെ സ്നേഹം അർത്ഥപൂർണമായി ജീവിത സാക്ഷ്യമായി നമ്മുടെ ജീവിതത്തിലൂടെ പ്രസരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വമായ നന്ദി, നമസ്കാരം.